ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ കഥയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായ ചെറിയൊരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അവളുടെ പേര് സീന എന്നാണ്. ഏകദേശം 35 വയസ്സുണ്ട്. എൻ്റെ പേര് അനിൽ. ഏകദേശം 40 വയസ്സോളമായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം സീനയെ തനിച്ചാക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ രതീഷ് ഗൾഫിലേക്ക് പോകുന്നത്. ആ സമയത്ത് എന്ത് കാര്യത്തിനും ഞാനായിരുന്നു മുന്നിൽ. സീനയും പിന്നെ രതീഷിൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പം എന്ത് കാര്യത്തിനും അജയനെ വേണം എന്ന് രതീഷിൻ്റെ അമ്മ തന്നെ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ആ ഒരു വീട്ടിലേക്ക് പോകും. അപ്പം തന്നെ അവർ തമ്മിൽ ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളും ഒന്നും അത്ര നല്ലതായിരുന്നില്ല. വിവാഹത്തിന് മുമ്പ് തന്നെ രതീഷിന് ഒരുപാട് അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ നേരെ ഗൾഫിലേക്ക് കയറ്റിവിട്ടത്. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം കട്ടപ്പൊക്കെയാണ് എന്നുള്ള കാര്യം വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. രതീഷിൻ്റെ അമ്മയ്ക്ക് 2 ആമക്കളാണ്. ഒരാൾ പുറത്തെവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രതീഷിൻ്റെ അമ്മ ഇടയ്ക്ക് മകനെ കാണാനും മരുമകളെ കാണാനും അങ്ങോട്ടൊന്ന് പോകും. 2 ദിവസം അവിടെ നിന്നിട്ടേ വരത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് 2 പേരും കൂടെ നല്ല വഴക്കായിരുന്നു. രതീഷിൻ്റെ അമ്മയും സീനയും കൂടെ നല്ല പോര് കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും കാര്യങ്ങളും എനിക്ക് കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളായതുകൊണ്ട് തന്നെ എനിക്കവിടെ കൂടുതൽ സമയമൊന്നും നിൽക്കാൻ തോന്നിയില്ല. 2 പേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. രതീഷിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫൈറ്റ് ചെയ്യുന്നു. സീനിയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ. ഇത്രത്തോളം നല്ല രീതിയിൽ തല്ലുപിടിക്കുന്ന ആൾക്കാരെ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ സീനയെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയം തൊട്ടേ എനിക്കറിയാമായിരുന്നു. അവളാണെങ്കിൽ ഒരു പാവം പെണ്ണ് തന്നെയായിരുന്നു. പക്ഷേ അമ്മായിയമ്മയുടെ വാക്ക് കേട്ട് തെറിവിളിയും എല്ലാം കേട്ട് അവളെല്ലാം പഠിച്ചെടുത്തു. ഇപ്പം 2 പേരും കട്ടയ്ക്ക് തന്നെയാണ് പൊരുതുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞാൻ ജംഗ്ഷനിൽ നിന്ന് ചെറിയൊരു ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബസ്സിനകത്ത് രതീഷിൻ്റെ അമ്മയെ കാണുന്നത്. ഇത്രയും ദൂരം ഇതെവിടേക്ക് പോകാണ് എന്ന് ഞാൻ ചിന്തിച്ചു. പെട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് നേരെ മോൻ്റെ വീട്ടിലേക്ക് പോകാണ്. തള്ള എവിടേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച എന്തൊക്കെയാലും മിനിമം നിൽക്കും. ആ നിമിഷം ഞാൻ ചായ കുടിച്ചുകൊണ്ട് ആ കടയിൽ നിൽക്കുന്ന സമയത്ത് ബസ്സിലിരുന്ന് തന്നെ രതീഷിനമ്മ എന്നെ കണ്ടു. പെട്ടെന്ന് ഒരു ചിരി ചിരിച്ചു. ഞാനും ഒന്ന് ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നേരെ ആ പോക്കാണെന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സീനിയോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങളൊന്നും അവളോട് എനിക്ക് ചോദിക്കാനും പറ്റിയിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. തള്ളയ്ക്ക് എപ്പോഴും സീനിയെ സംശയരോഗമാണ്. ഇനി ഞാൻ കൂടുതൽ എന്തെങ്കിലും കയറി സംസാരിച്ചാൽ ചിലപ്പോൾ ഇനി ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തള്ള ഇനി പറഞ്ഞു വരുത്തിയാലോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയാലും കുറച്ച് അകൽച്ച പാലിച്ചിരുന്നു സീനിയെടുത്ത് സംസാരിക്കുന്നതിൽ. ഇപ്പോൾ തള്ളയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അവരെ പോയി കഴിഞ്ഞാൽ പിന്നെ സീന ഒറ്റയ്ക്കാണ് വീട്ടിലെ. അപ്പം തന്നെ എനിക്കൊരു കാര്യം തോന്നി, സീനിയൊന്ന് പോയി കാണണം. പാവം ഒറ്റയ്ക്കല്ലേ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ ആഗ്രഹം കാണും. പിന്നെ രണ്ടാമത്തെ കാര്യം അവർ തമ്മിലുള്ള വഴക്ക്. അതിൻ്റെ എക്സാക്റ്റുള്ള റീസൺ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ തന്നെയാണല്ലോ അവിടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ചോദിച്ചറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പതുക്കെ അവിടേക്ക് ചലിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച 2 ദിവസം വീട്ടിലേക്ക് വന്ന സമയത്ത് സീനിയൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചായിരുന്നു. മറ്റൊന്നും ആയിരുന്നില്ല. ഇടയ്ക്ക് അവർക്ക് വനിത വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചേട്ടാ, വനിതയോ മനോരമയോ എന്തെങ്കിലും ബുക്കുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കൊണ്ടുതരണേ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തൊട്ടടുത്ത ബുക്ക് സ്റ്റാളിൽ ഞാനൊന്ന് കയറി. അവൾ പറഞ്ഞ ബുക്സ് എല്ലാം വായിച്ചു. അവൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ബുക്സ് എല്ലാം വായിച്ചു. ഏകദേശം നല്ലൊരു പൈസയായിരുന്നു. എന്നാലും വേണ്ടിയില്ല എന്ന് കരുതി ഞാൻ വീട്ടിലേക്ക് നടന്നു. എൻ്റെ വീട്ടിലേക്കായിരുന്നില്ല, സീനയുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കൊരാഗ്രഹം മാത്രം ഉണ്ടായിരുന്നു. കുറച്ചു നേരം അവളുമായിട്ടിരുന്ന് സംസാരിക്കണം. അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണത്തിനും കൊള്ളാത്തവനാണ് കെട്ടിയവൻ. അവനാണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ പോയി കിടക്കുകയാണ്. അവൾക്ക് എന്തും വേണ്ടി ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ അവനല്ലേ സാധിച്ചു കൊടുക്കേണ്ടത്. അവളിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിനും കാര്യമൊന്നുമില്ല. അവനെന്തെങ്കിലും ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ വേണ്ടേ എന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചുകൊണ്ട് ആ ഒരു പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സീനയുടെ വീട്ടിലേക്ക് പോയി. ഞാൻ അവിടെ ചെന്ന് വാതിലും മുട്ടുന്ന സമയത്ത് അവൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണേ ചേട്ടാ എന്ന് പറഞ്ഞു. ആ സമയത്ത് എത്തി നേരം തന്നെ ഞാൻ ഹോളിംഗ് ബെല്ലടിച്ചായിരുന്നു. പെട്ടെന്ന് അവൾ ആരാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞു ഞാനാണ് എന്ന് പറയുമ്പം അവൾ തന്നെ പറഞ്ഞു ഞാൻ കുളിക്കുക ചേട്ടാ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ ശേഷം ആ മാസികാസ് എല്ലായിടത്തും നോക്കി. അതിൽ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സീന അത് ചോദിക്കുന്നത്. ചില പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ഉപയോഗമാണ് എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സീനയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു കാര്യം വായിച്ചത്. അവൾ ഇരിക്കട്ടെ, വായിക്കട്ടെ, എന്ത് കാര്യങ്ങളും വായിച്ച് പഠിക്കട്ടെ എന്നൊരു ചിന്ത മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ കുറേ സമയം ഞാൻ അവിടെ ഇരുന്നു. അപ്പം തന്നെ ഞാൻ ചിന്തിച്ചു ഇതെന്ത് പുള്ളിയാണ്, കുറേ നേരമല്ലോ ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് മുഷിഞ്ഞ് കഴിഞ്ഞപ്പോൾ സമയത്ത് തന്നെ അവിടെ നിന്ന് ആരോ വരുന്നതിൻ്റെ ഓരോ ഒച്ചയും കാര്യങ്ങളും ഞാനിങ്ങനെ കേട്ടു. ആ നടന്നു വരുന്ന ഒച്ചയിൽ കാലിൻ്റെ കൊലുസിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ആ സീനയാണെന്ന്. സീന ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയ ഒച്ചയും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ ആരോ വായിച്ചു കൊടുത്ത പുലിസാണ്. അതിൻ്റെ നല്ല ശബ്ദവും കാര്യങ്ങളും അത് ഇവിടെ തന്നെ കേൾക്കാം. അവൾ അവിടേക്ക് വരുന്ന സമയത്ത് തന്നെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഞാനും കണ്ട സമയത്ത് ഒന്ന് പുഞ്ചിരിച്ചു. ചേട്ടനായിരുന്നു, ഞാൻ വിചാരിച്ചില്ല ചേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന്. അവളുടെ ആ പുഞ്ചിരിയിൽ ഞാൻ ആ ഒരു പുസ്തകങ്ങളും കാര്യങ്ങളും അവൾക്ക് കൈമാറി. അതിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പുസ്തകങ്ങളെല്ലാം മനോരമയും വനിതയും മംഗളവും എല്ലാം ചേർന്നൊരു പുസ്തകം. അതവൾ എൻ്റെ കയ്യിൽ നിന്ന് വായിക്കുന്ന സമയത്ത് ഒരാകാംക്ഷയോടെ അത് വായിച്ചെടുത്തു. ചേട്ടൻ ഇത് വായിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് വായിക്കാമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ചോദിച്ചത്. ഏതായാലും ഒരുപാട് താങ്ക്സ് ചേട്ടാ എന്ന് പറഞ്ഞു. ശേഷം ഞാനൊരു പുഞ്ചിരിയോടെ അവിടെ നിന്നു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ തന്നെ പറഞ്ഞു ഇരിക്ക് ചേട്ടാ, ഞാൻ ചായ എന്തെങ്കിലും എടുക്കാം, ഇവിടം വരെ വന്നതല്ലേ. തള്ളയില്ല കേട്ടോ, ഇത് പോയത് തന്നെ നന്നായി, അല്ലെന്നുണ്ടെങ്കിൽ ആകെ പോലെ പെട്ടുപോയനെ. ഏത് സമയം നോക്കിയാലും വഴക്കും വയ്യാവിലയും അതൊക്കെ തന്നെയാണ് ചേട്ടാ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാനേ ബുദ്ധിമുട്ടാണ്. പിന്നെ ആകെ കൂടിയുള്ളൊരു ആശ്രയം എന്ന് വെച്ചാൽ ചേട്ടൻ ഇടയ്ക്ക് വരുന്നതും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തരുന്നതൊക്കെയാണ്. അല്ലാതെ എൻ്റെ കെട്ടിയവനെ കൊണ്ടും വലിയ ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു, ആളെന്നെ വിളിച്ചിട്ട് പോരില്ല. ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കുന്ന സമയത്താണെങ്കിൽ ഫോൺ എൻഗേജ്ഡാണ്. എന്താണ് അവിടെ കാണിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെയാണ് ചേട്ടാ ഞാനിവിടെ. അതവൾ എന്നോട് പറയുന്ന സമയത്ത് തന്നെ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു അതെനിക്കറിയാടോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ കാര്യം എന്താണെന്നൊക്കെ അറിയണ്ടേ, അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തൻ്റെ കെട്ടിയവൻ്റെ കാര്യം അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെ വെറുത്തു പോകും എന്ന് ഞാൻ അവളോട് പറയുന്ന സമയത്ത് അതെന്താ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും താൻ അറിയണ്ട, തൻ്റെ ലൈഫിൽ താൻ ഹാപ്പി ആയിട്ടിരിക്കുക. പെട്ടെന്ന് അത് പറയുന്ന സമയത്ത് അവൾ എന്നോട് തന്നെ പറഞ്ഞു എന്ത് ഹാപ്പി ചേട്ടാ, ആകെപ്പാട് ഇങ്ങനെ ഈ ഒരു ലൈഫ് ഇങ്ങനെ പോകുന്നു, ഒറ്റപ്പെട്ടൊരു ജീവിതം, പിന്നെ സംസാരിക്കാൻ പോലും ആരുമില്ല. അങ്ങനെ ഒരു ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ, എങ്ങനെ ഹാപ്പിയാകും? കേൾക്കുന്നതാണെങ്കിൽ ആ തള്ളയുടെ തെറിയും കാര്യങ്ങളൊക്കെ തന്നെ. അതും കേട്ട് പിന്നെ ഈ ഒരു മംഗളം വായിച്ച് ഞാനിങ്ങനെ ഇരുന്ന് പോകും. അവളുടെ ആ തുറന്നു പറച്ചിലിൽ ഒരു നിസ്സഹായമായ ഒരു പെണ്ണിൻ്റെ മനോഭാവം ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ സമയത്തിന് എനിക്ക് മനസ്സിലായി അവൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ. ചേട്ടൻ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാലോ, അകത്തോട്ട് കയറിയിരിക്കേ, ദേ ഇവിടെ സ്ഥലമുണ്ടല്ലോ, ചുമ്മാ അവിടെ ഇങ്ങനെ നിന്ന് സമയം കളണ്ട എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ സമയത്ത് തന്നെ നല്ല മണമായിരുന്നു. മറ്റൊന്നുമില്ല, കുളി കഴിഞ്ഞ് അവൾ വന്ന സമയത്ത് നല്ലൊരു സോപ്പിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അവളോട് ചോദിച്ചു ഇവിടെ നല്ലൊരു സ്മെല്ലുണ്ടല്ലോ, എന്തെങ്കിലും റൂം സ്പ്രേ കാര്യങ്ങൾ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് സോപ്പിൻ്റെ ഒരു മറുപടിയാണ്. പക്ഷേ അവൾ അത് പറഞ്ഞില്ല. ശേഷം അവൾ പറഞ്ഞു കഴിഞ്ഞ മാസം ചേട്ടൻ കൊടുത്തുവിട്ട ഒരു സ്പ്രേ, അത് കുളി കഴിഞ്ഞിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പരന്ന് നടക്കും. ഏകദേശം 24 hours അതിന് വാലിഡിറ്റി ഉണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്, അതിൻ്റെ സ്മെല്ലാണെന്ന് പറഞ്ഞു.
പെട്ടെന്ന് ഞാൻ അകത്തേക്ക് കയറിയിരുന്നു. ഒരു 3 സോഫ ഇട്ടിട്ടുണ്ട്. അവിടെയാണ് ഞാൻ അറ്റത്ത് കയറിയിരുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ അവളോട് ചോദിച്ചു, സീനയ്ക്ക് ഇനി അടുത്ത പ്ലാനും കാര്യങ്ങളൊക്കെ എന്താ? ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? എന്തെങ്കിലും ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ പഠിത്തമോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നോക്കണ്ടേ? ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ കേട്ടോ. എന്ന് പറയുമ്പോൾ ഇതിനും എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടല്ലോ ചേട്ടാ, ആ സമയത്ത് നോക്കാം. ചേട്ടൻ ഞാൻ ചായ എടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, സ്വല്പം ഇവിടെ ഇരുന്നാൽ മതി. എനിക്ക് സീനിയർ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വരുന്ന സമയത്താണെങ്കിൽ തള്ളയുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്കറിയാം അവർക്കാണെന്നുണ്ടെങ്കിൽ തന്നെ ആകപ്പാടെ സംശയമാണ്. ഇപ്പം വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ എന്തെങ്കിലും മിണ്ടിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ പേര് വെച്ചാവും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനധികം ഒന്നും മിണ്ടാത്തതും തന്നോട് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ആ ഒരു സമയം പറയുന്ന സമയത്ത് സീന് മറുപടി പറഞ്ഞു, അതങ്ങനെയാണ് ചേട്ടാ, ഓരോരുത്തരുടെ അവസ്ഥ എങ്ങനെയാണ് ചേട്ടന് മനസ്സിലാവും, പിന്നെ മറ്റാർക്കും ആ ഒരു കാര്യം മനസ്സിലാവില്ല. ഇപ്പം എന്താ തള്ള എല്ലാ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അടുത്ത മോൻ്റെ വീട്ടിലേക്ക് പോയേക്കാണ്. എന്താ നമ്മളിവിടെ ഉണ്ടായിട്ട് പോലും നമുക്കൊന്നും തരുന്നില്ല. അതാണ് ചേട്ടാ എൻ്റെ അവസ്ഥ. അവളത് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി അടുത്തിരുന്നു. ഒരു 3 ചെയർ സോഫയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് നീങ്ങിയിരിക്കാൻ എളുപ്പമായിരുന്നു. ഞാൻ പറഞ്ഞു, അതൊന്നും സീനെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ശരിയാവും. വെറുതെ എന്തിനാ അവരുമായിട്ട് വഴിക്കിടാനും കാര്യങ്ങളൊക്കെ പോന്നെ? സീനിൻ്റെ കാര്യം മാത്രം നോക്കുക, അല്ലാതെ വെറുതെ ഇങ്ങനെ വഴക്കിടാനും പിടിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് ഞാൻ സീനിയെ ഒന്ന് ആശ്വസിപ്പിച്ചു. ചേട്ടാ, ശരിക്കും എൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ഒന്നും തുറന്നു പറയാൻ ഒരാരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ നിമിഷം തന്നെ ഒരു വേദനയോടെ ഞാൻ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എല്ലാം ശരിയാവും സീന, വിഷമിക്കാതെ ഇരിക്കെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു പരിഹാരമുണ്ടല്ലോ. ആ നിമിഷം ആ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ പുറത്തേക്ക് നടന്നു. എനിക്കെന്തോ മാനസിക വിഷമങ്ങൾ നല്ലപോലെ ഫീൽ ചെയ്തിരുന്നു. കഥ കേട്ട എല്ലാവർക്കും നന്ദി. ഇനിയൊരു കഥയുമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണുന്നതായിരിക്കും.